നമസ്കാരം, ഞാൻ സിജു രാജൻ. നമ്മളൊരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാർ ഒരു ഫോർമൽ വേ ഓഫ് ബിസിനസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കമ്പനിയായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അവർ ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അതൊരു LLP ആയിക്കോട്ടെ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിക്കോട്ടെ, കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത്, ഏത് ഫോമിലുള്ള കമ്പനി വേണമെന്ന് വളരെ സൂക്ഷിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം. അത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ വേണ്ടത്, അതോ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണോ വേണ്ടത്, അതോ ഒരു 1 കമ്പനി ആയിട്ടാണോ സെറ്റ് ചെയ്യേണ്ടത്, ഇതിലേത് വേണമെന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യണം. അത് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളതിലൊരു എക്സ്പേർട്ട് ആയിരിക്കത്തില്ല. അതിലുള്ള എക്സ്പേർട്സ് ആ ഒരു പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് കൺസൾട്ടൻസ്. അത്തരത്തിലുള്ള കൺസൾട്ടൻസിന് മീറ്റ് ചെയ്തുകൊണ്ട് അവരൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട്, കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ രീതി, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന രീതി, നിങ്ങൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന രീതി, ഇതെല്ലാം ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിലെല്ലാം ആശ്രയിച്ചിരിക്കും നിങ്ങൾ ഏത് ഫോമിലുള്ള കമ്പനി വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്ത് തരാനായിട്ട് നല്ലൊരു കൺസൾട്ടൻറ്റിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലൊരു കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഏത് ഫോമിലുള്ള കമ്പനി വേണമെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ജനറലി വെറുതെ പോയി ഒരു ഓൺലൈനിൽ ഏതെങ്കിലും ഒരു സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾ കമ്പനി രജിസ്ട്രേഷന് കൊടുക്കുന്നത് നല്ലൊരു ബുദ്ധിയല്ല. 2, നല്ല ബിസിനസ് കൺസൾട്ടിങ് ടീമിനെ നിങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ്. കാരണം കമ്പനി ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു 1 ടൈം പ്രോസസ്സ് അല്ല, അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. എല്ലാ വർഷവും അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട്സ് വേണ്ടതായിട്ട് വരും. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ KYC അപ്ഡേഷൻസിനും ഫോം ഫയലിങ്ങും ITR ഫയലിങ്ങും, പിന്നെ എന്തെങ്കിലും ബിസിനസ്സിലെ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അഡ്രസ് ചേഞ്ചിങ് ആണെങ്കിൽ അത്, പുതിയ ഇൻവെസ്റ്റേഴ്സിന് കൊണ്ടുവരികയാണെങ്കിൽ അത്, ഇത്തരത്തിൽ പല റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഡെഫിനറ്റ്ലി അതിന് റെഗുലറായിട്ട് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന നല്ല കൺസൾട്ടൻസുമായിട്ട് നിങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ആ കമ്പനി ഫോർമേഷൻ ചെയ്യാനായിട്ട് നോക്കുക. ഷോർട്ട് റണ്ണിലല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, ലോങ് റണ്ണിലാണ്. സോ അത്രയും കാലം നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ കഴിയുന്ന, ലീഗലി ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തതയുള്ള ഒരു ടീമിനെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാനായിട്ട് നോക്കുക. ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം ഇതാണ്, നമുക്ക് ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് അവരൊരു ജോബ് വർക്ക് ചെയ്യും, അതായത് നിങ്ങൾ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നു. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഒരു എക്സ്പെർട്ട് അഡ്വൈസ് അവിടെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ബിസിനസ് കൺസൾട്ടിങ് ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം. 3, ഒരു 500 രൂപ ലാഭിക്കാൻ, അല്ലെങ്കിൽ ഒരു 1000 രൂപ ലാഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലവ് ചുരുങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് കൺസൾട്ടിങ് ടീമിനെ സമീപിച്ചു കഴിഞ്ഞാൽ അതും നാളെ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരാം. അതായത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, CA പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. ചേട്ടാ, ഞാനിത് കമ്പനി ഫോം ചെയ്ത് തരാം എന്ന് പറയുന്നു, ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നു, നിങ്ങൾ കമ്പനി ഫോം ചെയ്യുന്നു. പക്ഷേ പുള്ളിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല ആ ബിസിനസ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളതോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടായെന്ന് വരത്തില്ല. ആരാ പെടുന്നത്? നിങ്ങളാ പെടുന്നത്. എന്തുകൊണ്ട് പെടുന്നു? അവിടെ ഒരു 1000 രൂപ ലാഭം നോക്കിക്കൊണ്ട് നിങ്ങൾ ചുരുങ്ങിയ ഒരു പ്രൈസിൽ ചെയ്തു തരുന്ന ഒരു ടീമിനെ സമീപിച്ചു. ഒരിക്കലും ചെയ്യരുത്. ഒരു 1000 രൂപയോ 500 രൂപയോ കുറവ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ചാടരുത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ചാടിയിട്ടുള്ളവർക്ക് ധാരാളം പൈസ പിന്നീട് നഷ്ടമായിട്ടുള്ള കഥയും നമുക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ എപ്പോഴും ലാഭം നോക്കിക്കൊണ്ട്, ചെറിയ ലാഭം നോക്കിക്കൊണ്ട് നല്ല ടീമിൽ നിന്നും നിങ്ങൾ മാറരുത്. ബെസ്റ്റ് ടീമിനെ കണ്ടെത്താനായിട്ട് നോക്കുക. ഏറ്റവും മികച്ച ടീമിനെ തന്നെ നിങ്ങൾ കണ്ടെത്തി അവരെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുക. മറ്റൊന്ന്, ബിസിനസ്സിലെ LLP ആണെങ്കിൽ അതിനകത്ത് വരുന്ന പാർട്ട്നേഴ്സ്, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിലെ ഡയറക്ടേഴ്സ്, വളരെ സൂക്ഷിച്ച് മാത്രം ഇത്തരം ആൾക്കാരെ സെലക്ട് ചെയ്യുക.
പാർട്ട്നേഴ്സ് ആയി കഴിഞ്ഞാലും ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞാലും നമ്മൾ വഴിയിൽ പോകുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കരുത്. കാരണം അവർക്ക് അതിൻ്റെ കമ്പനി റൺ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡിസിഷനും എടുക്കാനായിട്ട് കഴിയത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ പണിയെടുത്തു എന്ന് വരാം, അവർ പണിയെടുത്തില്ല എന്ന് വരാം, പക്ഷേ അവർക്ക് 50% ലാഭം കൊടുക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരാം. അത് മാനസികമായിട്ട് നമ്മളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യും. അത് ബിസിനസ്സിനെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതും ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതും വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ട് ചൂസ് ചെയ്യുക. അത്തരത്തിൽ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തൊക്കെയാണ് റോൾ കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഈ ബിസിനസ് കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. അവരെ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറാക്കി മാറ്റണോ, അതൊരു നോമിനൽ പാർട്ട്ണറായിട്ട് വെക്കണോ, അതൊരു ഷെയർ ഹോൾഡറായിട്ട് വെക്കണോ, അതോ ഒരു ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരണോ, അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെയാണ് അവർക്ക് റൈറ്റ്സ് കിട്ടുക, നമ്മളൊരു നോമിനൽ പാർട്ട്ണറാക്കി വെക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് റൈറ്റ്സ് കിട്ടുക, പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഈ കൺസൾട്ടൻറ്റുമായിട്ട് ഇരുന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡയറക്ടേഴ്സിനോ പാർട്ട്നേഴ്സിനോ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങളൊരു LLP ആണെന്നുണ്ടെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലും ഒരു OPC ആണെന്നുണ്ടെങ്കിലും ഇയർലി മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം ഡിലേ ആയിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പെനാൽറ്റി വരും. പലർക്കും ഉള്ളൊരു പ്രശ്നം, ആ ഇയർലി മെയിൻ്റനൻസ് സമയത്ത് ബിസിനസ് അത്രത്തോളം ലാഭത്തിലല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇയർലി മെയിൻ്റനൻസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടും. പിന്നീട് ഇത് വലിയ രീതിയിലുള്ള പെനാൽറ്റി ആയിട്ട് വരും. ഇപ്പോൾ KYC അപ്ഡേഷൻ നമ്മൾ ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പെനാൽറ്റി വരും. നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡയറക്ടർഷിപ്പിനെ 5 വർഷത്തേക്ക് ബാൻ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം വരും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എല്ലാ വർഷവും ഇതിനു വേണ്ടി ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഈ കമ്പനി റൺ ചെയ്യാനായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മാറ്റി വയ്ക്കുക. ആ സമയത്ത് നിങ്ങൾക്കൊരിക്കലും ബിസിനസ് അന്ന് ആ ഒരു സമയത്ത് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഇതിനുള്ള ഒരു എമൗണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, മാറ്റി വെച്ചത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഇയർലി മെയിൻ്റനൻസ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. അത് നിർബന്ധമായിട്ടും ചെയ്യുക. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി നശിച്ചു പോകുന്നു മാത്രമല്ല, പിന്നീട് നിങ്ങൾക്ക് ഒരു കമ്പനിയിലും ഡയറക്ടർ ആവാനായിട്ട് കുറേ കാലത്തേക്ക് കഴിയത്തുമില്ല. മറ്റൊന്നാണ്, പലരും പറയുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് നമുക്ക് കമ്പനി രജിസ്ട്രേഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യത്തിലേക്ക് എൻ്റർ ചെയ്യണം. ഇതിനുവേണ്ടി അവരെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. ഓക്കെ, നമുക്കൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കമ്പനി ഫോർമേഷന് സമയമെടുക്കുന്നു, നമുക്ക് 21ാമത്തെ ദിവസം മുതൽ ഇന്ന കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് നെയിം റിസർവേഷൻ ചെയ്ത് കിട്ടാൻ തന്നെ ഒരുപാട് സമയം എടുത്തു വരും. ഒരുപക്ഷെ അത് റിജക്ഷൻ വന്നു എന്ന് വരാം, നമ്മൾ റീസബ്മിഷൻ വന്നു എന്ന് വരാം, അതിന് കുറേ സമയം എടുത്തു എന്ന് വരാം. അവർ സൈറ്റ് എന്തെങ്കിലും വിഷയം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് LLP രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയായിരുന്നില്ല. ഏകദേശം ഒരു 4-5 മാസത്തോളം നമുക്ക് LLP ഫോർമേഷൻ ഇന്ത്യയിലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടിജൻസീസ് വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ധൃതി പിടിക്കാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നയിക്കുക. അപ്പോൾ അതിനുള്ള സമയം നിങ്ങൾ മാറ്റിവെക്കുക. പെട്ടെന്ന് തന്നെ കമ്പനി ഫോം ചെയ്യണം, പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യരുത്. കാരണം ഇത് കുട്ടികളെയല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ഒരു കമ്പനി ഫോം ചെയ്യുക, അതിൻ്റെ പേരിൽ ഒരു ബിസിനസ് റൺ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. അതിനുവേണ്ടി നിങ്ങൾ സമയം കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനായിട്ട്. മേജറായിട്ട് പലരും വരുത്തുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം, പ്രോപ്പർ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കമ്പനി ഫോം ചെയ്യാനായിട്ട് പോവുക. പിന്നീട് ഒരു അബദ്ധത്തിലേക്ക് നിങ്ങൾ ചാടരുത്. ആ അബദ്ധം എന്ന് പറയുന്നത്, അത് ചാടിക്കഴിഞ്ഞാൽ അത് ലോങ് റണ്ണിൽ നിങ്ങളെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും, നിങ്ങളുടെ ഡയറക്ടർഷിപ്പിനെ ബാധിക്കും. വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുക്കുക. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം? നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 7012431293.